ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഹാൻഡ്മെയ്ഡ് ടേൽസ്. കൊറോണ വന്നതിൽ പിന്നെ മാസ്ക് നിർബന്ധമാണല്ലോ. അതുകൊണ്ട് കല്യാണങ്ങൾക്കും ഇപ്പോൾ മാസ്ക് ഒരു ട്രെൻഡി ഐറ്റം തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കെങ്ങനെ ഒരു കസ്റ്റം മെയ്ഡ് മാസ്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് സ്വന്തമായിട്ട് തന്നെ എളുപ്പത്തിൽ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ ഒരു കസ്റ്റം മെയ്ഡ് മാസ്കാണ്, അതും എസ്പെഷ്യലി ബ്രൈഡൽ മാസ്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു പാറ്റേൺ ഇത് നേരത്തെ മേക്ക് ചെയ്തതായിരുന്നു. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ എങ്ങനെ നമുക്ക് കസ്റ്റം മെയ്ഡ് മാസ്കിൻ്റെ പാറ്റേൺ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നൊരു വീഡിയോയിൽ ചെയ്യാം. അങ്ങനെ നമ്മൾ പാറ്റേൺ വെച്ച് നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എടുത്തതിന് ശേഷം നമുക്കിനി ഹാൻഡ് വർക്ക് ചെയ്യാനുള്ള അതിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതൊരു ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഫ്രെയിമിൽ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ വർക്കിന് പെർഫെക്ഷൻ കിട്ടാനും അതിൽ ചുളിവ് മറ്റുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഏതാണോ ഡിസൈൻ അത് ജസ്റ്റ് ഒന്ന് ഞാൻ ടൈലറിങ് ചോക്ക് തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫസ്റ്റ് ലെറ്ററാണ് ജസ്റ്റ് ഒരു ഹാർട്ട് ഷേപ്പിനകത്ത് വരച്ചിട്ട് അങ്ങനെയാണ് ഡിസൈൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഷുഗർ ബീഡ്സും സിപ്പി, പിന്നെ അതുപോലെ എംബ്രോയ്ഡറി ത്രെഡ്സാണ്, അതായത് സറി ത്രെഡ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ വളരെ ലോ റേറ്റ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസുമാണ്. ഇത് ചെയ്യാൻ ലോ കോസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ. നേരത്തെ ബ്രൈഡൽ ബ്ലൗസിൽ ചെയ്ത അതേപോലെ തന്നെ സിപ്പി വർക്ക് തന്നെയാണ് ഇവിടെ. എന്താണ് ഒരു പിങ്ക് ഷെയ്ഡിലുള്ള സിപ്പിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നേരത്തെ ബ്രൈഡൽ ഡ്രസ്സ് കണ്ടപ്പം അതിൻ്റെ കളർ കോമ്പിനേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിന് മാച്ചായിട്ടുള്ള രീതിയിലാണ് മാസ്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം പിങ്ക് ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ ഒരു മജന്ത ഷെയ്ഡ് വരുന്ന സിപ്പിയും പിന്നെ ഗോൾഡൻ സരി ത്രെഡ്സ് പിന്നെ ഗോൾഡൻ ആ ഒരു കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. അപ്പം നേരത്തെ ബ്രൈഡൽ ബ്ലൗസ് ചെയ്തപ്പം ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിപ്പി വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. സിപ്പി നമ്മൾ ഒരു നീഡിൽ പോയിൻറ്റ്, അതായത് നീഡിൽ താഴെ പോയിൻറ്റിൽ നിന്ന് കുത്തിയെടുക്കുക, അതിൽ സിപ്പി കോർത്തെടുക്കുക, ഒരു ഷുഗർ ബീഡ് കൂടി കോർത്തെടുക്കുക, പിന്നെ വീണ്ടും നമ്മൾ സിപ്പി കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് പോയിൻറ്റിൽ നിന്നാണോ സൂചി കുത്തിയെടുത്തത് അതിലേക്ക് തന്നെ കുത്തിയിറക്കുക, താഴെ ഒരു നോട്ടിട്ട് കൊടുക്കുക. ഈ പ്രോസസ്സ് ആ ഹാർട്ട് ഷേപ്പ് എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടെ വരെ കണ്ടിന്യൂ ചെയ്യുക. അടുത്തത് ലെറ്ററാണ് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത്. ഇത് ബ്രൈഡിൻ്റെ മാസ്കാണ്. അപ്പം ഗ്രൂമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എ ആണ്. സോ ഇവിടെ ഫസ്റ്റ് ലെറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്രൈഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ എച്ച് ആണ്. അപ്പോൾ ഗ്രൂമിൻ്റെ മാസ്കിൽ എച്ച് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. സെയിം വർക്ക് തന്നെയാണ് ഇവിടെ. ഗോൾഡൻ കളർ ആൻഡ് പിങ്ക് ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ആ ലെറ്റർ ജസ്റ്റ് ഒന്ന് എംബലിഷ് ചെയ്യുന്നു. ഈ നമ്മൾ ജസ്റ്റ് ലെറ്റർ എംബ്ലിഷ് ചെയ്ത് അതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് സ്പേസ് ഉണ്ട്, അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്യുന്നു. അതിന് സരി ത്രെഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ എംബ്രോയ്ഡറി ത്രെഡ്സ് ഒരു 4 സ്ട്രാൻഡ് എടുത്തിട്ട് ഈ 4 സ്ട്രാൻഡ് സൂചിയിലേക്ക് കോർത്തെടുത്തിട്ട് അറ്റത്തൊരു നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 8 സ്ട്രാൻഡ്സ് കിട്ടും. അഗൈൻ ഇത് നമ്മൾ ഫ്രഞ്ച് നോട്ടായിട്ട് എടുക്കുന്നു. ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സൂചി താഴെ നിന്ന് കുത്തിയെടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് സൂചിയിൽ കൂടി ചുറ്റിയെടുക്കുക, അതായത് ഒരു ലൂപ്പ് ഉണ്ടാക്കുക. ലൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ കുത്തിയെടുത്ത ആ ഭാഗത്ത് നൂലുണ്ടല്ലോ അത് നല്ല ടൈറ്റായിട്ട് പിടിക്കുക. നമ്മൾ കുത്തിയെടുത്ത അതിൻ്റെ തൊട്ടടുത്തായിട്ട്, അതായത് 1-2, അതായത് ആ ക്ലോത്തിൻ്റെ 1-2 സ്ട്രാൻഡ്സിൻ്റെ അത്ര ഒരു ഗ്യാപ്പിൽ തന്നെ കുത്തി ഇറക്കുക സൂചി താഴേക്ക്. അതാണ് പോയിൻറ്റ് ബി. അവിടേക്ക് കുത്തി ഇറക്കിയിട്ട് അപ്പം നമ്മൾ ഫസ്റ്റ് കുത്തിയെടുത്ത ആ സ്ട്രാൻഡ് ഉണ്ടല്ലോ എംബ്രോയ്ഡറി ത്രെഡ്സിൻ്റെ, അത് നല്ല ടൈറ്റായിട്ട് പിടിക്കുക. എന്നിട്ട് സൂചി താഴേക്ക് കുത്തി ഇറക്കുക. അപ്പം നമ്മളിങ്ങനെ കുത്തി ഇറക്കി താഴേന്ന് വലിക്കുമ്പോഴെല്ലാം നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡിൽ പിടിച്ചിരിക്കുന്ന ത്രെഡ് നല്ല ടൈറ്റായിട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പം കറക്റ്റായിട്ട് കിട്ടത്തില്ല.
ഇനി അടുത്തത് ഗ്രൂമിൻ്റെ മാസ്കാണ് നമ്മൾ ചെയ്യുന്നത്. അത് ലെറ്റർ എച്ച് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം എച്ച് നമുക്ക് ഈ നമ്മുടെ സിപ്പി വർക്ക് ചെയ്യുമ്പം കുറച്ച് എച്ചിൻ്റെ ഷേപ്പ് മാറുന്നുണ്ട്. അവിടെ നമ്മൾ സിപ്പി ഉപയോഗിച്ചിട്ടേ ഇല്ല. അവിടെ പകരം പിങ്ക് ഷുഗർ ബീഡ്സ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ അതുപോലെ തന്നെ ബ്രൈഡിൻ്റെ മാസ്കിൽ കുറച്ചുകൂടി എംബലിഷ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് കൂടി സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഡിസൈൻ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു മാസ്കിന് ഇതുപോലെ 2 ക്ലോത്ത് വേണം. താഴെ വയ്ക്കുന്നത് കോട്ടൺ പീസാണ്, അതും 2 വേണം. അപ്പോൾ ഒരു മാസ്കിന് നമുക്ക് മൊത്തം ഇതുപോലെ ഒരു ആംഗുലർ ഷേപ്പിലുള്ള 4 പീസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ മാത്രമാണ് ഇതുപോലെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് മാസ്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ ഒരു റൗണ്ട് ഷേപ്പ് വന്നിട്ടുള്ള ഭാഗമാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ലൈനിങ് പീസ് സ്റ്റിച്ച് ചെയ്തു. ഇതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്ത ഒരു പീസും വർക്ക് ചെയ്യാത്ത ഒരു പീസും കൂടി എടുത്തിട്ട് അതും നടുഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 2 സ്റ്റിച്ച് ചെയ്യാം, അതായത് 2 തവണ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ലൈനിങ് പീസ് തയ്ച്ചതും അതുപോലെ തന്നെ ഈ ടിഷ്യൂ ഫാബ്രിക് തയ്ച്ചതും ഒന്നിച്ചെടുക്കാം. എന്നിട്ട് അത് മറിച്ചെടുക്കാം, അതായത് സീം അലവൻസ് കാണാത്ത ഭാഗം മറിച്ചെടുക്കാം. എന്നിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ, അതായത് ഈ സ്റ്റിച്ച് കാണാത്ത ഭാഗം ഉണ്ടല്ലോ, അതാണ് നല്ല വശം എന്ന് ഉദ്ദേശിച്ചത്, അത് കൂട്ടി വെച്ചതിന് ശേഷം റൗണ്ട്, അതായത് ചുറ്റും അടിക്കുക. ഈ ഒരു ഫാബ്രിക് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കണേ അതിൻ്റെ ചുറ്റും നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ തയ്ച്ചെടുക്കുമ്പം ഇത് ഫെയർ പോർഷൻ പുറത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുക്കണം. ആ ഗ്യാപ്പ് കൂടെ ആയിരിക്കും നമ്മൾ ഈ ഒരു തുണി മറിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം ബാക്കി ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ മാസ്ക് നമുക്ക് അകം പുറവും തിരിച്ചെടുക്കാം. അപ്പം ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് 2 വശത്തും സീമുകളൊന്നും കാണാൻ പറ്റാതെ നല്ല പെർഫെക്റ്റായിട്ടിരിക്കും. നമ്മൾ നേരത്തെ ഇട്ട ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല, അതിൽ കൂടി നമുക്ക് മാസ്കിനെ തിരിച്ചെടുക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തല്ലോ, അത് നമ്മൾ അവിടെ ഒരു സീം ഉണ്ടാവുമല്ലോ, അത് നമ്മൾ തയ്ച്ചിട്ടില്ലല്ലോ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പതിയെ മടക്കി അകത്തേക്ക് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പുറത്ത് കൂടി ഒരു സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. അപ്പം പുറത്ത് കൂടി കംപ്ലീറ്റ് ഔട്ട്ലൈൻ പോലെ എല്ലാ ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ അവസാനവട്ട പരിപാടിയിലേക്ക് കടക്കാം. അതെന്താണെന്ന് അറിയാമല്ലോ, ഇലാസ്റ്റിക് വേണമല്ലോ അല്ലേ. ഇലാസ്റ്റിക് വെച്ചാലല്ലേ നമുക്കത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പം ഇപ്പോൾ നമുക്ക് എലാസ്റ്റിക് വെക്കേണ്ടത് ഏറ്റവും അറ്റത്താണ്. അത് നമ്മൾ ജസ്റ്റ് ഇപ്പം എല്ലാ ഭാഗവും നമ്മൾ ചുറ്റും തയ്ച്ച് കഴിഞ്ഞല്ലോ. അതിൻ്റെ ഏറ്റവും അറ്റത്ത് ജസ്റ്റ് ഒരു കോൺ ആകൃതിയിൽ അകത്തേക്ക് മടക്കി വെക്കാം. അകത്തേക്ക് മടക്കി വെക്കുമ്പം അതിൻ്റെ ഇടയിൽ എലാസ്റ്റിക് കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് മറിച്ച് വെച്ചിട്ട് ഒന്നുകൂടി അറ്റത്ത് നല്ല കെട്ടിട്ട്, അതായത് ലോക്ക് ചെയ്ത് തയ്ക്കാൻ മറക്കണ്ട. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് എലാസ്റ്റിക് അവിടെ ഇരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇത് ജസ്റ്റ് ഒരു ബിഗിനറിന് പോലും ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കരുത്. അതുപോലെ അടുത്ത വീഡിയോ ഇടുമ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആസ് യൂഷ്വൽ ഡിസ്ലൈക്ക് ചെയ്യാം. ദെൻ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു, ഗുഡ് ബൈ. താങ്ക് യു വെരി മച്ച്.